പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം, എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകല് ഒന്നിച്ച് ദൈവസ്ഥലായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് കർത്താവിനെ ഉയർത്താനായിട്ട് അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ചില ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളെ മുഖം കണ്ട് ആരാധിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. സമയം വളരെ അതിക്രമിച്ചു, പക്ഷേ ഒരു ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ കർത്താവിൽ ആഗ്രഹമുണ്ട്. ഇന്നലെ ഇവിടുന്ന് എനിക്കും പ്രിയ ജോയിച്ചാനും നമ്മുടെ പ്രിയ മാതാവിന്റെ അടക്കത്തിന് കടന്നുപോയി സംബന്ധിപ്പാനായിട്ട് കൃപ നൽകി. തുടർന്നും പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നോർത്ത് ഇന്ത്യയിലും കേരളത്തിലുമായിരിക്കാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ശുശ്രൂഷകളിൽ എനിക്ക് നിൽപ്പാനായിട്ട് കഴിഞ്ഞത്. പറയുന്ന ഒരു പദമുണ്ട്, ചെറിയൊരു പ്രാർത്ഥനാ വിഷയം പോലും പറഞ്ഞിട്ട് മറുപടി ലഭിക്കുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പാസ്റ്ററെ സംഭവിച്ചത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും പോകാനായിട്ട് കഴിയുന്നത്. As Mariamanda used to say, for each and every small prayer request, she used to call me if it was answered and says that it was because you prayed. Similarly, it is because of you and your prayers that I'm able to stand in places. ഈ സൺഡേയിൽ ഇവിടെ ആരാധിപ്പാൻ എനിക്ക് പറ്റാതെ വണ്ണം കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. And there were a lot of obstacles in my way that I might have been not able to. ഞാൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് എന്ത് വില കൊടുത്താലും കർത്താവ് വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ചർച്ചിൽ ഈ സൺഡേ ആരാധിക്കണം. And I prayed to God, no matter what, God, I want to worship you in my church. നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നത് ഞാനൊരു പ്രിവിലേജ് ആയി ഞാൻ കാണുകയാണ്. And I see it as a privilege to worship with you. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള സന്ദേശം ചിലപ്പോൾ 12:15 വരെ പോകും. നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. And the sermon might exceed to 12:15. Please be patient. നിങ്ങൾ ഓക്കെ ആണോ അതിന്? Is it okay? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആമേൻ, 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 ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. I'd like to speak to you from the book of Ephesians, chapter 1 verses 19. അത് നിങ്ങൾ എല്ലാവരും കൂടെ ഡാഡി പിച്ച ഒച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഈ കുഞ്ഞു മോനിങ്ങി താഴെ വീഴാൻ പോകുന്നു. let them sit properly. അവനക്ക് സ്ഥലം കൊടുത്തേ, സ്തോത്രം. നീങ്ങിരിക്കും മോനെ, ഹാനും മോനെ നീങ്ങിരിക്കും പ്ലീസ്. താങ്ക് യു. കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ തിരുവചനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ വചനത്തോടുള്ള ബഹുമാനത്തിൽ നിങ്ങളുടെ കരത്തിലെ ബൈബിളുകൾ എടുത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതൊരു പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. പ്രാർത്ഥന 15 വാക്യങ്ങളാണ്. സമയക്കുറവുകൊണ്ട് അത് വായിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ എല്ലാവരും വായിക്കണം. ഈ വാക്യം നമുക്ക് ഒന്നിച്ചു വായിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തി ബൈബിൾ താത്തു വെച്ച് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് പറഞ്ഞ് ദൈവശക്തിയെ ഇന്ന് പകൽ അടുത്തറിയണം. ദൈവശക്തിയെ നിങ്ങൾ അടുത്തറിയണം. Recognize the power of God. ദൈവശക്തിയെ നിങ്ങൾ ഇന്ന് പകൽ അടുത്തറിയണം. You have to experience the power of God. ഇന്ന് പകൽ ഈ ആരാധനാലയത്തിൽ നമ്മൾ കർത്താവിന്റെ ശക്തി അടുത്തറിയാൻ പോകുകയാണ്. And we are going to understand and feel the presence of God this morning in this church. Know the God's power closely. കർത്താവിന്റെ സാന്നിധ്യം ദൈവശക്തി നമ്മൾ അടുത്തറിയാൻ പോകുകയാണ്. And we are going to understand and know God's power close. നമുക്കൊന്നും വേറെ ഒന്നും ഇന്ന് പകൽ അടുത്തറിയണ്ട. And we need nothing else today. പക്ഷേ അത് വേറെ ഒന്നും നമുക്ക് ഇന്ന് പകൽ അടുത്തറിയണ്ട. We need nothing else today. ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിഞ്ഞാൽ മതി. We only need God's presence. ദൈവശക്തി അടുത്തറിഞ്ഞാൽ മതി. We need God's power.
മറ്റൊരാളെയും സാന്നിധ്യം നമുക്ക് ഇന്ന് പകൽ വേണ്ട. No other presence. ദൈവശക്തിയെ മാത്രം ഇന്ന് പകൽ അടുത്തറിഞ്ഞാൽ മതി. Only to know the power ഞാൻ of ആത്മാവിൽ God. തുടക്കത്തിൽ ശുശ്രൂഷിച്ച് പറയുന്നു, ദൈവശക്തി ഇന്ന് പകൽ അടുത്തറിയും നമ്മൾ. Let us understand and know the power ഏതൊക്കെ of God. മണ്ഡലത്തിൽ ദൈവശക്തി അടുത്തറിയണമോ In every sphere of your life. അതൊക്കെ മണ്ഡലത്തിൽ ദൈവശക്തി ഇന്ന് പകൽ അടുത്തറിയും നമ്മൾ. All the spheres of your life. Hallelujah. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി നമ്മൾ അടുത്തറിയാൻ പോകുകയാണ്. We have to understand and know the power of the Holy God. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Hallelujah. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I praise God because He's going to fulfill this in our presence. എല്ലാവർക്കും ദൈവസ്ഥലിരിക്കാം. Can we all be seated, please? പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. And we read a prayer of Paul that he teaches. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ അപ്പോസ്തോലിക പ്രാർത്ഥനകൾ 4 എണ്ണം 3 ലേഖനങ്ങളിലായി കാണാൻ കഴിയും. And we can see 4 apostolic prayers of Paul in 3 different letters. അത് ഒന്ന് എഫെസ് ലേഖനത്തിലും, One in Ephesians, കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലുമാണ്. in Colossians and Philippians. താൻ ഈ 3 ലേഖനം എഴുതുമ്പോഴും he was in the jail, അവൻ ജയിലിലാണ്. And in these 3 letters, while writing these 3 letters, Paul was ജയിലിൽ in കിടക്കുമ്പോൾ prison. ഒരു മനുഷ്യൻ, ജയിലിൽ കിടക്കുന്ന മനുഷ്യൻ എന്താണ് പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. And I know what a person in prison would ask to pray for. എന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. എന്നെ നോക്കിക്കേ, ഫെയ്ത്ത് മോളെ നോക്കിക്കേ. ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് നന്നായി എനിക്കറിയാം. And I know what a person in prison would pray. പക്ഷേ അതൊന്നുമല്ല താൻ പ്രാർത്ഥിക്കുന്നത്. But it is not what he prays താൻ for. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. And this is what he prays. എന്റെ ജനം ഒന്നറിയണം. My people should know. Those who believe him, അവനെ വിശ്വസിക്കുന്നവരെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ടെന്ന് അറിയണം. And those who believe in him, there's a power that flows to them. മക്കളെ, മറ്റൊന്നും നീ റിസീവ് ചെയ്തില്ലെങ്കിലും, Even if you do not receive anything മക്കളെ, else, ദൈവശക്തി നീ റിസീവ് ചെയ്യാൻ തയ്യാറായാൽ to be ready to receive the power of the Lord. എല്ലാം നമുക്കുള്ളത് പോലെയാകട്ടോ. And it is, if we receive it, it is all ദൈവശക്തി for നമ്മൾ us. അടുത്തറിയാൻ തയ്യാറായാൽ And if we understand the power of ബാക്കി God, എല്ലാം എന്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക്. it is like everything else. ഇന്ന് പകൽ with us. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് അങ്ങയുടെ ശക്തി എനിക്കൊന്ന് ടച്ച് ചെയ്യണമെന്ന് പകൽ? How many of you desire that, Lord, I need to touch your power this morning? ഇന്ന് Hallelujah. പകൽ പറയാൻ ആഗ്രഹിക്കുന്ന പദം ഇതാണ്. അതിനകത്തൊരു പദമുണ്ട്, വ്യാപരിക്കുന്ന ശക്തി എന്നൊരു പദമുണ്ട്. And this is a phrase that I would like to focus on. It is അതിന്റെ ഇംഗ്ലീഷ് മറ്റൊരു വേർഷൻ എക്സേർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ് എന്നാണ്. it says exerting power of the Lord in a English version. എക്സേർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ് എന്ന വാക്കിന്റെ മൂലഭാഷ ഇങ്ങനെയാണ്. And it is what means in the root language. എക്ടൈൻ ഏൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. It means etein ein in ഞാൻ Greek. സാധാരണ അങ്ങനെ ഗ്രീക്ക് പദം ഉപയോഗിക്കുന്ന ആളല്ല. And I do not use Greek words in the church. പക്ഷേ ഈ പദത്തിന്റെ ആഴം അറിയാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ, But as I was trying to understand the depth of this word, എന്നോട് സംസാരിച്ചൊരു പദം ഇങ്ങനെയാണ്. and it spoke to me. എക്ടൈൻ ഏൻ എന്ന വാക്കിന്റെ അർത്ഥം Etein ein means, stretch your limit എന്ന, stretch your limit. it means stretch your limits. That means അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, It means to go beyond what is usually you expected. നീ പ്രതീക്ഷിക്കുന്ന എന്തോ ഉണ്ടോ അതിനപ്പുറത്ത് എന്തോ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യാപാര it ശക്തി. means to go beyond what you expected or what you can. മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാ മക്കളെ പറയുന്നത്, And if you say it in Malayalam, നമ്മുടെ മാക്സിമം കഴിവ്, മാക്സിമം ബലം, മാക്സിമം ശക്തിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സുല്ലിട്ട് നിൽക്കുമല്ലോ, എനിക്കിനി വയ്യ കർത്താവെ, മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ എന്തോ ഒന്ന് അവിടെ വ്യാപരിക്കും. അതിനെയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. and there it says, if you are quitting at the maximum of its potential, something that happens at that point is what this means. നമുക്ക് ചെയ്യാവുന്നത് മാക്സിമം ചെയ്തു. The maximum of what you're going to take ബിയോണ്ട് അവർ ലിമിറ്റ്, നമ്മുടെ എല്ലാ പരിധികൾക്കും നമ്മൾ അവസാനം കണ്ടെത്തി. and we saw every limit of what we could, എനിക്കിനി അതിനകത്തൊന്നും ചെയ്യാനില്ല. and we personally couldn't do anything. എനിക്ക് ഇനി രോഗസൗഖ്യം എനിക്ക് സ്വന്തമായിട്ട് വരുത്താൻ പറ്റത്തില്ല. And I cannot heal myself. ഡോക്ടർമാർ പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. And the doctor says it is finished. എനിക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം ഞാൻ പഠിച്ചു. And I learned everything that I could. പക്ഷെ ഗ്രേഡ് ഒന്നും വരുന്നില്ല. I have no grades. എനിക്ക് മാക്സിമം സഹിക്കാവുന്ന പെയിൻ ഞാൻ സഹിച്ചു. And I have felt whatever I could feel as pain. ഞാൻ അവിടെ കൊണ്ട് അമ്പാലിട്ടു, സുല്ലിട്ടു. And I quit. പക്ഷെ ആ നിമിഷം നീ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, At the moment when you, നീ അറിയാതെ ഞാൻ അറിയാതെ without us knowing, ആ പ്രശ്നത്തിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അതാണ് എക്സേർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ്. there is a power that exerts itself onto that situation. എത്രയൊക്കെ മനസ്സിലാകുന്നു ഞാൻ പറയുന്നേ? Hallelujah. എത്രയൊക്കെ മനസ്സിലാകുന്നു?
എത്രക്ക് മനസ്സിലാകും? നിയമങ്ങൾ നമുക്കെതിരെ എഴുതി വെക്കും. There might be laws against us. എനിക്കെതിരെ നിയമങ്ങൾ ലോകം എഴുതി There വെച്ചിട്ടുണ്ട്. was a lot of laws against me. അവസാന നിയമം എല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, And looking at the laws, I said, എനിക്ക് ഇനി പ്രവർത്തിക്കാൻ ശക്തിയൊന്നുമില്ല I ദൈവമേ. have no more power. നീ പ്രവർത്തിക്കണ്ട. നിനക്ക് നീ അമ്പാലിട്ടപ്പോൾ, നീ സൂലിട്ടപ്പോൾ ഞാൻ നിനക്കൊരു എക്സോർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ് തരും. And when you quit, there will be an exerting power of the Lord in that situation. ചികിത്സിച്ചു, You have found medical care, മാക്സിമം ചികിത്സിച്ചു, and you found the limits of your medical care, മാക്സിമം അതിന്റെ ലിമിറ്റിലെത്തി. and it ended there, എനിക്കിനി വയ്യ കർത്താവേ. and you quit. അവിടെ വ്യാപരിക്കുന്ന ശക്തിയാണ്. ചേർത്ത് പറഞ്ഞേ, എക്സോർട്ടിംഗ് And പവർ ഓഫ് ദ ലോർഡ്. And there is a power that exerts itself in that situation. ബൈബിൾ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. I would like to show you two examples. മർക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. In Mark, there is a word that 5:25 വാക്യങ്ങൾ. 5:25 onwards. 12 വർഷമായി രക്തസ്രാവം പിടിക്കപ്പെട്ട സ്ത്രീ, A woman who was suffering from a blood illness for the past 12 അവളെ years. കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം. And you know her, you're familiar with her. She was a rich lady. അവളൊരു വലിയ ധനിക And സ്ത്രീയായിരുന്നു. she was a rich lady. അവൾ പല വൈദ്യന്മാരാൽ ചികിത്സിച്ചു. And she went to many physicians. അല്ലേ? പല വൈദ്യന്മാരാൽ ചികിത്സിച്ചു. And she went to many physicians. തനിക്കുള്ള സകല സ്വത്തും അവൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചു. And she spent everything that she had for her medical care. ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. പദമാണ് വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. Not only could she found a solution, but it became worse. ഒരു വർഷം കൂടെ ചേർത്ത് പഠിച്ചാൽ she ended up with a depression stage എന്നൊരു വാക്കുണ്ട്. അവൾ പരവശയായി തീർന്നു. And she was in despair, she was in depression. എന്ന് പറഞ്ഞാൽ അവക്കുള്ളതെല്ലാം അവൾ ചെലവിട്ടു. And she spent everything that she had. അവളുടെ മുതൽ മുഴുവൻ മുടക്കി. And she spent every last penny. ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, Not only was she not അവൾ cured, അവസാനം ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് എത്തി. she was in deep despair and ആ depression at that point. സമയത്ത് കുഞ്ഞുങ്ങളെ, ആ സമയത്ത് At that time, she heard something new good news. ഒരു നല്ല വാർത്തകൾ കേൾക്കുകയാണ്. that time she heard a good news. എന്താ അവൾ വാർത്ത കേൾക്കുന്നറിയാമോ? What did she hear? ലൂക്കോസ് 6:19 നോക്കിക്കേ. Luke 6:10. അന്ന് ആ സമൂഹത്തിൽ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. And there it says in 16. 6:19 ലൂക്ക് 6:19 മോനെ ലിസ്റ്റ് നോക്കിട്ടോ 6:19. Luke 6:19. എന്താ 6:19 പറയുന്നേ? What does that say? ഉറക്കെ വായിച്ചേ. എന്താ? യേശുവിൽ നിന്ന് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെ സൗഖ്യമാക്കുന്നു എന്നൊരു വാർത്ത എല്ലാവരും അറിയുന്നു. And everybody knew a news that power is going out from Jesus and healing everybody. മക്കളെ, പൊന്നുമോളെ, എന്താ വാർത്ത കേട്ടെ? എന്താ അവൾ വാർത്ത കേട്ടെ? What kind of news she heard? What news did she hear? എന്താ കേട്ടെ അവള്? What she hear? അന്ന് എന്താണ് ലോകത്തിൽ പറയുന്നേ? What were the people saying? മോള് പറഞ്ഞേ എന്താ അവള് പറയുന്നേ? What were they saying? എന്താ വാർത്ത കേൾക്കുന്നേ? അവിടെ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? യേശുവിൽ നിന്നൊരു ശക്തി പുറത്തേക്ക് വരുന്നു. News is that there is a power going off from Jesus. എന്നെ കേട്ടെ, യേശു ശക്തി പുറത്തേക്ക് വരുന്നു. And there was a power going off from യേശുവിൽ നിന്ന് ശക്തി പുറത്തേക്ക് വരുന്നു. There was a power going out from അന്ന് Jesus. പാലസ്തീന്റെ മണ്ണിൽ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? യേശുവിൽ നിന്ന് ശക്തി പുറത്തേക്ക് വരുന്നു. News is that there is അന്ന് power. പട്ടണം മുഴുവൻ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. There is power coming out from Jesus. ഞാൻ ഇന്ന് എന്റെ കേൾവിക്കാരോട് പറയുന്നു, And my listeners, I say today, എന്റെ ബിലീവേഴ്സിനോട് പറയുന്നു, to my believers, I say ഒരു today, നല്ല വർത്തമാനം നിങ്ങളോട് ഞാൻ പറയുകയാണ്. I see a good news. അന്ന് നമ്മൾ കേട്ടതുപോലെ വർത്തമാനം പറയുകയാണ്. I heard this news. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. There is power coming out from യേശുവിൽ Jesus. നിന്ന് exerting power of the Lord, വ്യാപരിക്കുന്ന ശക്തി പുറപ്പെടുന്നു. There is a power being exerted in ഈ your house. ഹോളിനകത്ത് ഈ ശക്തി പുറപ്പെടുന്നു. And there's a power exerted നീ in ഇരിക്കുന്ന റൂമിനകത്ത് ശക്തി പുറപ്പെടുന്നു. this room, in the room you're sitting. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ച് തൊടാൻ തയ്യാറായാൽ, If you touch it, നിങ്ങൾ തൊടാൻ തയ്യാറായാൽ, believe and touch it. വിശ്വസിച്ച് തൊടാൻ തയ്യാറായാൽ, You believe and touch ഈ it. വ്യാപാര ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. This power will exert itself onto you. യേശുവിന് അധികാരമുള്ള നാമത്തിൽ Lord, I'm preaching. ഞാൻ നിന്നെ കൂടി പറയുകയാണ്, നിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത്. ഇന്ന് പകൽ എനിക്ക് ആവശ്യം എന്റെ ജനം ഈ വ്യാപാര ശക്തി ഒന്ന് അടുത്തറിയട്ടെ. Hallelujah, 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 hallelujah. അന്ന് പാലസ്തീന്റെ മണ്ണിൽ ഉറക്കെ കേട്ട വാർത്ത എന്തെന്നറിയാമോ? And this is what was preached in the land of Palestine. ഈശോയുടെ ദേഹത്ത് നിന്ന് ശക്തി പുറപ്പെടുന്നു. There is power going off from the body of Jesus. അതുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. And the multitude sought to touch him. കുഞ്ഞുങ്ങളെ, are you ready to touch him today morning?
Hallelujah. നിങ്ങൾ ദേശം തൊടാൻ ആഗ്രഹിക്കുന്നു അച്ഛാ? Are you ready to touch? ഞാൻ ആവശ്യം സൂക്ഷിക്കുന്നു. നിന്റെ അടുത്ത്, നിങ്ങൾ ഇരിക്കുന്ന അടുത്ത്, ലംബാവ് കുടിച്ചാലും കൂടി അടുത്തിരിക്കുന്നു. നിങ്ങളുടെ മിഡിൽ യേശു ഇരിപ്പുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ണുനീരോടെ ആരാധിക്കുന്ന എന്റെ ഈ ഹോളിനകത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ തൊടാൻ ഈ പകൽ ആരാധിക്കുന്നു. നിന്റെ മേലേക്ക് ഈ എക്സാക്റ്റിംഗ് പവർ ദൈവം അയക്കും. And those of you who desire to touch Jesus, വഴികൾ തുറക്കുന്ന ശക്തി, വഴികൾ തുറക്കുന്ന ശക്തി, വഴികൾ തുറക്കുന്ന ശക്തി, ഹീലിംഗ് ചെയ്യുന്ന ശക്തി, പരമാർത്ഥ മണ്ഡലത്തിലുള്ള ശക്തി ഇന്ന് പകൽ ഈ ഓളി വ്യാപരിക്കട്ടെ. hallelujah, 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 hallelujah. രാധാന രാധാന ധനാധന ശകാല രമന സിയാന്ധന ശധോറിയന്ധന വൈഡരാധന സിയാധന. കുഞ്ഞെ നീ ഡിപ്രഷനിലേക്ക് പോകണ്ട. കുഞ്ഞെ നീ ആത്മഹത്യ ചെയ്യണ്ട. കുഞ്ഞെ നീ പകൽ വെറിയായിരിക്കണ്ട. നിന്റെ ഗ്രേഡ് കുറഞ്ഞതിന് നീ പേടിക്കണ്ട. നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാ മതി. നിന്റെ മേലേക്ക് ശക്തി വ്യാപരിക്കും. This power will pour out into you. Hallelujah. മക്കളെ, നിന്റെ പഠിത്തം കൊണ്ടല്ല മോനെ നീ ഈ പൊസിഷനിൽ എത്തിയത്. It is not because of your grades that you reached here. മമ്മ, എത്ര പ്രാവശ്യം നമ്മൾ ഈ പല എക്സാം എഴുതി തോറ്റിട്ടില്ലേ നമ്മൾ? How many times have we flunked exams? നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്നെ കൊണ്ട് വയ്യ കർത്താവ് എന്ന് പറഞ്ഞിട്ടില്ലേ? How many times have we quit? മലയാളം മനസ്സിലാകുന്ന പക്ഷെ നമ്മൾ ചൊല്ലിട്ടിട്ടില്ലേ പലയിടത്തും വയ്യ കർത്താവ്? How many times have we quit in despair? പക്ഷെ അവിടെ എവിടെ ഒരു ശക്തി നിന്റെ കമ്പ്യൂട്ടറിൽ വ്യാപരിച്ചില്ലേ? But there flowed the power of Jesus onto your computers. എവിടെ ഒരു ശക്തി നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വ്യാപരിച്ചില്ലേ? The power of Jesus flowed onto your education. എവിടെ ഒരു ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിച്ചില്ലേ? The power of Jesus flowed onto your body. അതിനിന്ന് പകൽ ഞാൻ പറയുന്ന പേര് the exalted power of the Lord. വ്യാപരിക്കുന്ന സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന യേശുവിന്റെ വ്യാപാര ശക്തി എന്ന അത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഇന്നലകളിൽ രുചിച്ചറിഞ്ഞ ആരെങ്കിലും ഈ ഹോളിനകത്ത് എന്റെ കുഞ്ഞുങ്ങളായി ഉണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞ ലോർഡ്, യേശു ലോർഡ്, ഞാൻ ആ ശക്തി അനുഭവിച്ചവരാണ് എന്നുള്ളവർ കരമടി ശക്തിയോട്. Hallelujah, 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 hallelujah. ആത്മഹത്യ മാത്രം കണ്ട് ഇനി മുന്നോട്ട് നിമിഷമില്ലെന്ന് ചിന്തിച്ച ഒരു വ്യക്തി എൻ്റെ കൂട്ടുകാരനകത്ത് ഇരിപ്പുണ്ട്. There was a friend of mine sitting here who thought his last hope was suicide. ആ സമയത്ത് ദൈവശക്തിയാണ് നിലനിർത്തിയത്. But the power of the Lord make him stand. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയല്ല. ഇന്ന് പകൽ എനിക്ക് അനുഭവം, എനിക്കതറിയണം. വ്യാപാര ശക്തി ഉണ്ടെന്ന് നമ്മൾ അറിയണം. We have to know that there is an exerting power of the Lord. അറിയണം. I know അവന്റെ ശക്തി എന്താന്ന് എനിക്കിന്ന് പകൽ അറിയണം. And we have to know what is exerting എന്റെ power. കുഞ്ഞുങ്ങൾ അറിയണം. എന്റെ കുഞ്ഞുങ്ങൾ അറിയണം. My children should എന്റെ know. യൗവനക്കാർ അറിയണം. My youth should know. എന്റെ യൗവനക്കാരിത്തികൾ അറിയണം. My youth, so ഇതിനകത്ത് ദൈവത്തെ ആരാ കുഞ്ഞുങ്ങൾ അറിയണം ദൈവശക്തി എന്താണെന്ന്. Amen, 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 amen. Hallelujah. എബ്രായർ 11:11 കാണിച്ച മനെ. എബ്രായർ 11:11 Hebrews 11:11 says, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ ബിയോണ്ട് ഹർ ലിമിറ്റ്, പ്രായം കഴിഞ്ഞിട്ടും എന്ത് കിട്ടിയെന്ന് പറഞ്ഞേ? എന്ത് കിട്ടി? ശക്തി കിട്ടി. ബിയോണ്ട് അവർ ലിമിറ്റേഷൻസ്. നമ്മൾ കേൾക്കുന്നുണ്ടോ? കുഞ്ഞു കേൾക്കുന്നുണ്ടോ? നമുക്ക് ശക്തിയില്ലെന്ന് തോന്നുമ്പോൾ, നമുക്ക് വയ്യാന്ന് തോന്നുമ്പോൾ, പ്രായം കഴിഞ്ഞു പോകാൻ തോന്നുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, നീ ഒന്ന് ട്രസ്റ്റ് ചെയ്താൽ മതി. നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ശരീരത്തിനകത്തേക്ക് God will send you immeasurable power. hallelujah, hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? Are the children listening? നിങ്ങളുടെ ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾ ഫെയിൽ ആണെന്ന് തോന്നുമ്പോൾ If you feel like you're failing in a subject, പുസ്തകത്തിന് വേണ്ടി കൈവച്ചൊന്ന് സ്തോത്രം ചെയ്താൽ മതി. praise over that book. God will send a special power for you. God will send a power unto you. Hallelujah. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have experienced it. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have experienced that in my life.
വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു മാതാവ്, a woman who was childless for many years, അവളുടെ ഭർത്താവിന്റെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞു. and she knew that her husband's body was dying. അവളുടെ ഭർത്താവിന്റെ ശരീരം മൃതപ്രായൻ, ഡെഡ്ലി ബോഡി ആണെന്ന് she understood. അവൾ മനസ്സിലാക്കി. She understood that her husband's body is dead. എങ്കിലും But through faith, അവൾ എന്ത് ചെയ്തു? വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നറിയാമോ? അവളുടെ എല്ലാ ലിമിറ്റേഷൻ അപ്പുറമായി കർത്താവിനെ വിശ്വസിച്ചപ്പോൾ അവളിലേക്ക് ഒരു ശക്തി പുറപ്പെട്ടു. But when she trusted in the Lord beyond her physical capabilities, there was a power given unto her. ഒന്നാമത് ഈ ശക്തിയെ ഞാൻ ബൈബിളിൽ 3 ഭാഗത്താണ് ഇവിടെ ഇങ്ങനെ ഈ പദം കൊടുത്തിരിക്കുന്നത്. We can see the examples of this power in 3 places. ഒന്ന്, ഡെയിലി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഈ ശക്തി വ്യാപരിക്കുമെന്നാണ് നമ്മൾ വായിച്ച എഫേസ്യർ 1:19 വായിക്കുന്നത്. Ephesians 1:19 says, when we live our lives and we trust in the Lord, our daily lives will be filled with this power. ഏത് സാഹചര്യത്തിലും കർത്താവിനെ വിശ്വസിക്കാം. No matter what circumstances you are in, കർത്താവ് നിന്നെ തൊടും. and the Lord will touch you. ഏത് സാഹചര്യത്തിലും, no matter what your circumstances are, കർത്താവ് നിന്നെ തൊടും. the Lord will touch you. എന്താ ഈ ശക്തിയുടെ പേരെന്താ ഞാൻ പറഞ്ഞത്? വ്യാപാര ശക്തിയുടെ ഇംഗ്ലീഷ് ഞാൻ എന്താ പറഞ്ഞത്? Exerting power of the Lord. ആ പദം ന്യൂ ടെസ്റ്റ്മെന്റ് 3 ഭാഗത്താ കൊടുത്തിരിക്കുന്നത്. And there are 3 examples of this in the New Testament. ഒന്ന്, എഫേസ്യർ 1:19. Ephesians 1:19. വിശ്വസിക്കുമ്പോൾ, and when you believe, വ്യാപരിക്കുന്ന ശക്തി. this power exerts itself. എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? when do you believe? നമുക്ക് എപ്പോൾ ആവശ്യമുള്ളപ്പോഴും. no matter when we need it. എപ്പോഴാണ് ആവശ്യം വരുന്നേ? when do we need it? ആർക്കറിയാം? no matter what the circumstances. ആർക്കറിയാം? we do not know. എപ്പോഴാണ് കർത്താവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടുന്നേ? when do we need the power of the Lord? എപ്പോഴും വേണം. we need it always. നമുക്ക് ഈ അന്ത്യകാലത്ത് നിൽക്കാൻ ഈ ശക്തി വേണ്ടേ? don't we need the power of the Lord to stand in these end times? നമുക്കൊരു പല്ലുവേദന വന്നാൽ നമ്മൾ പറയും പല്ലുവേദന ഏറ്റവും വലിയ വേദന എന്ന് പറയും. we say toothaches are the greatest pain. എല്ലിന്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. we say bone ache is the greatest pain. ചിലർ പറയും കല്ലിന്റെ വേദന ഏറ്റവും വലിയ വേദന. some people say the kidney stones hurt a lot. എന്ന് പറഞ്ഞാൽ എല്ലാ വേദനയും വേദനയാണ്. in short, every pain hurts. അല്ലേ ഡോക്ടർ റോണി? എല്ലാ വേദനയും എല്ലാവർക്കും വേദനയാണ്. every pain hurts. നമുക്ക് എപ്പോഴും കർത്താവിന്റെ ശക്തി ആവശ്യമുണ്ട്. and we need the power of the Lord always in our lives. മോനെ ജെറമി മാത്യു, നിനക്ക് യേശുവിന്റെ സാന്നിധ്യം ശക്തി വേണമെന്നുണ്ടെങ്കിൽ, and if you need the power of the Lord in your life, കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാൻ വിശ്വസിക്കാൻ തയ്യാറായി. and you have to trust the Lord. hallelujah. രണ്ടാമത് ഈ പദം കാണുന്നത്, the second time we see this phrase is കൊലോസ്യ ലേഖനം 1-ാമധ്യായത്തിന്റെ Colossians 1 29 വാക്യമാണ്. 29. അതിൽ ആ സെയിം പദം നിങ്ങൾക്ക് കാണാം. ഒന്ന് വായിക്കുമോ? 29 verse 29. 1-ാമധ്യായം 29. അതിനായി ആ വ്യാപാര ശക്തി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയാൽ ഒത്തവണ്ണം ഞാൻ പോരാടി അധ്വാനിക്കുന്നു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ മിണ്ടിക്ക്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? and what does it say about here? കൊലോസ്യ ലേഖനം 1-ാമധ്യായത്തിന്റെ Colossians 1 അതിന്റെ ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് verse 23 നോക്കിക്കേ. that portion starts at verse 23. 23. സുവിശേഷ ഘോഷണം എന്ന പദമാണ് കാണുന്നത്. സുവിശേഷ ഘോഷണം പറഞ്ഞേ. Paul is talking about evangelization there. സുവിശേഷ ഘോഷണം എന്ന് പറഞ്ഞേ. and say evangelization. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യം, and in verse 25, വചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നു. and he became a minister to evangelize or preach the word of God. 28 വരുമ്പോൾ, and in verse 28, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്നൊരു പദമുണ്ട്. we proclaimed him to everyone. ഞാനത് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കി പറയാം. സുവിശേഷകരണത്തിന് മിനിസ്ട്രിക്ക് അവനിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടെന്ന് പറയുന്നത്. in the ministry there is a power that comes unto you, and exceeding power that comes unto you. മോളെ അനു ഒന്ന് വായിച്ച് 29 വാക്യം ഒന്ന് വായിച്ച് verse 29 ഒന്ന് വായിച്ച്. 29. ഉറക്കെ വായിച്ചേ. അതിനായി ഞാൻ ഏതിനായി? സുവിശേഷം അറിയിക്കുന്നതിനായി എന്ന പദമാണ്. for this I toil. what? to evangelize or to preach the ഞാൻ gospel. പോരാടി അധ്വാനിക്കുന്നു, റെസ്ൽ ചെയ്യുന്നു. and I struggle. ഞാൻ റെസ്ൽ ചെയ്ത് അധ്വാനിക്കുകയാണ്. and I am toiling and struggling. പക്ഷെ ഞാനല്ല അധ്വാനിക്കുന്നത്. but it is not me who toils. എന്റെ മേൽ വ്യാപരിക്കുന്ന മോനെ പ്രസംഗിക്കുന്ന നീ അല്ല. it is the power that സന്തോഷ്
നീ പ്രസംഗിക്കുന്ന നീ അല്ല പ്രസംഗിക്കുന്നത്. It is not who you മോളെ preach. പാടുന്ന നീ അല്ല. It is not you who sing. നിങ്ങൾ എന്തെങ്കിലും മിനിസ്റ്റർ ചെയ്യുന്നെങ്കിൽ നിങ്ങളല്ല ചെയ്യുന്നത്. It is not you who ministers to the Lord. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവാ. It is the power that flows through you. അതുകൊണ്ടാണ് നമ്മളോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോകരുത്, പോകരുത്. And this is why Jesus said to his disciples, do not go away from നിങ്ങൾ Jerusalem കാത്തിരിക്കണം. and wait unto the Lord. എന്തിന് കാത്തിരിക്കണം? For what? പറഞ്ഞാട്ട് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പ്രോമിസിനായി കാത്തിരിക്കണം. For the promise that I had promised you. ശുശ്രൂഷ ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, For your ministry. മോനെ ഏതെങ്കിലും മിനിസ്ട്രി നിനക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, If you desire to do any ministry, സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, if you want to go into the Lord's ministry, മാന്യമായി സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, if you have to serve the Lord, ദൈവശക്തി പ്രാപിച്ചോണം. you need this power. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയാമോ? The reason, what does that mean? ഞാൻ എന്റെ കാര്യം പറയാം. Let me tell you about me. കേട്ടെ, കണ്ണൂർന്ന് കേട്ടെ. വളരെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. വളരെ 4 മണിക്ക് എഴുന്നേക്കും. I wake up at 4 o'clock in the morning. വേദപുസ്തകം തുറന്നു വെക്കും. I open the Bible. ഒരു വലിയ നീണ്ട ബുക്ക് എടുത്ത് വെക്കും. I have a book. ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങും. And as I read the word of God, ഒരു വാക്യം ദൈവാത്മാവ് സംസാരിക്കും. and the Lord speaks to me from a verse, അതുമായി നോട്ടുകളെല്ലാം പരിധിയെടുക്കും. and I research on that. ഞാൻ ഒരു 40 പേജ് 30 മിനിറ്റ് പ്രസംഗിക്കാൻ 40 പേജ് എഴുതും. 40 പേജ് എഴുതും ഞാൻ. And I write a lot of pages to speak. ഇങ്ങോട്ട് കയറാൻ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ And when I sit in the Lord's presence, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ. and when I pray, കർത്താവേ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. Lord, I have prepared. ഈ ജനത്തിനുള്ള ദൂത് എനിക്ക് തന്നിട്ടുണ്ട്. Lord, you have given me the message. പക്ഷേ ഇത് ഡെലിവറി ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണേ. But please give me the power to deliver ഈ this ശക്തി message. ഇല്ലാതെ എങ്ങും നിൽക്കാൻ പറ്റില്ല. Hallelujah. You cannot stand without this എന്റെ power. പ്രിയ ഷേർലിയുടെ ചർച്ചിൽ ഞാൻ കഴിഞ്ഞ ദിവസം കടന്നുപോയി. I went to our dear Shirley Sisters Church. 30,000 പേരിരിക്കുന്ന വലിയൊരു ഓഡിയൻസ്. More than 30,000 people there. ഓഡിയൻസിനെ കണ്ടപ്പോൾ എന്റെ മുട്ടിടിച്ചു പോയി. And I was afraid. ഞാൻ എന്റെ മുട്ടിടിക്കുന്ന എനിക്ക് അറിയാൻ പറ്റും. And my knees buckled. ആ ചർച്ച സ്ഥിരം സൂക്ഷിക്കുന്ന ഒരു ദിവദാസൻ തന്റെ സഹോദരൻ ട്രാൻസ്ലേറ്റ് നിൽക്കുകയാണ്. And the translator was standing, her brother. താന് എന്നെ വിളിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ്. And 2 minutes before he called me. ഞാൻ അവിടെ ആ സ്റ്റീയർ ഇരുന്നുകൊണ്ട് കുനിഞ്ഞിരുന്നങ്ങ് വാവിട്ട് കരഞ്ഞു. I was crying on that chair. കർത്താവേ, എന്റെ കൈകൾ വിറയ്ക്കുന്നു. Lord, my hands tremble. കാലുകൾ വിറയ്ക്കുന്നു. My knees are buckling. ഞാൻ 20 വർഷമായിട്ട് നിന്നെ പ്രസംഗിക്കുന്നതാണ്. And I've been preaching you. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. But I cannot stand. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കയറി നിന്നപ്പോണ്ടല്ലോ, But as I stood, എന്റെ ശരീരത്തിൽ അപാര ശക്തി ഇറങ്ങുന്ന എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. I experienced the power Oh, of the Lord. thank you, Jesus. നിങ്ങൾക്ക് അത് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. I don't know how many of you understand. പക്ഷേ ഒരു വ്യാപാര ശക്തി ഉണ്ട്. There is an exerting power. എനിക്ക് വയ്യെന്ന് തോന്നുമ്പോൾ, I feel weak. എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ, എന്റെ മേലേക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. There is a power that exerts itself. ഇന്ന് പകൽ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ കരമൊന്നടി ദൈവത്തെ സ്തുതിക്കട്ടെ. കരമൊന്നടി സ്തുതിച്ചട്ടെ. കരമൊന്നടി സ്തുതിക്കട്ടെ ദൈവത്തെ. ഇന്ന് പകൽ ആ ശക്തി നിന്റെ മേലേക്ക് ഇറങ്ങി വരികയോ. സുഡാരാബാലാബ ശാന്താരാധന അസിയാന്തന വൈശാദരാധന. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, That is why Paul says like ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാൽ. I am because of the പറയാമോ മക്കളെ? പറയാമോ? എന്നോട് ചേർന്ന് പറയാമോ? പിണക്കില്ലാത്ത എന്റെ മക്കളെല്ലാം എന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാനാകുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാല. I am because of the grace of my Lord. പറയാമോ? എന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാല. I am because of the grace of my Lord. ഹലോ നഴ്സുമാരെ, ഡോക്ടർമാരെ, എഞ്ചിനീയേഴ്സ്, പാസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാല. Because of the grace of the Lord. ഓഡിയൻസ്, ഞങ്ങളായിരിക്കും ദൈവത്തിന്റെ കൃപയാല. I am because of the grace of the Lord. അവന്റെ കൃപ വ്യർത്ഥമായി പോയിട്ടുമില്ല. His grace has not been consumed. Hallelujah. ഇന്നും അവന്റെ കൃപ വ്യർത്ഥമായി പോയിട്ടില്ല. And his grace still stands. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി ഒരാൾ പോരാടി അധ്വാനിക്കുന്നെങ്കിൽ അവന്റെ മേലേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കുന്നു. And anybody who would like to minister unto the Lord, this power exerts over them. മൂന്നാമത്തെ പദം കാണുന്നത് എവിടെന്ന് അറിയാമോ? And the third time we see this phrase is ഫിലിപ്പിയ ലേഖനം in the book of Philippians, 3-ാം അധ്യായം chapter 3, അതിന് 20-21 വാക്യം നോക്കി വായിക്കുമോ? 20 and 23. ഞങ്ങളുടെ പൗരത്വമോ ആ ആ ആ ആ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, എക്സോർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
നമ്മൾ ഇനി എന്നാ ഈ ശക്തി അനുഭവിക്കാൻ പോകുന്നറിയാമോ? When will we experience this power കുഞ്ഞുങ്ങളെ again? എല്ലാം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഈ 3 കഥ നിങ്ങൾ ചിന്തിച്ചോട്ട് പോകും. Even if you do not receive anything, എപ്പോഴൊക്കെ ഈ വ്യാപാര ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നറിയാം. when can we experience this power? ഒന്ന്, ദൈനംദിന ജീവിതത്തിൽ In our day-to-day lives, നമുക്ക് യേശുവിന്റെ ശക്തി ആവശ്യമുള്ളപ്പോൾ, whenever we need the power of the Lord, ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ, if we believe, നീ നിന്റെ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, when you are done, if you have done everything that you could have done, എനിക്ക് പറ്റില്ല കർത്താവേ എന്ന് and പറയുമ്പോൾ, you quit, ഈ ശക്തി നിനക്ക് വിശ്വസിച്ചാൽ അനുഭവിക്കാൻ കഴിയും. this power, you can experience this exceeding power. 2, നിന്റെ മിനിസ്ട്രി മണ്ഡലത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. Second, when you enter the ministry, or when you ഇനി are ഒരു in the ദിവസം കൂടെ നമ്മൾ ministry, അനുഭവിക്കും. and ഇനി one ഒരു more, ദിവസം കൂടെ ഈ ശക്തി അനുഭവിക്കും. and we will experience this once more. അതെന്നറിയാമോ? അന്നെന്നറിയാമോ? When I'm waiting for one person. ഒരു മനുഷ്യനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. I'm waiting for a person. I'm waiting for one place. I'm waiting for a place. ആ വാക്യത്തിൽ കാണാം 3 കാര്യം. I'm waiting for power. I'm waiting for power. ഒന്ന്, I'm waiting for a person. I'm waiting for a person. അതെന്റെ സേവിയർ ആണ്. 20ാമത്തെ വാക്യം എന്റെ സേവിയർ ആണ്. It's my Savior Jesus Christ. കണ്ടായിരുന്നോ? I'm eagerly waiting for a person. That is my savior. I'm eagerly waiting for a person who's my Savior. രണ്ടാമത്, I'm eagerly waiting for a place. അത് സ്വർഗ്ഗം. Second, I'm eagerly waiting for a place. That's മൂന്നാമത്, I'm heaven. eagerly waiting for a power. ഒരു ശക്തി. Third. അതേത് ശക്തിയാ? Exerting power of the Lord. And third, I'm waiting for a power, the exerting power of the Lord. അവൻ അവിടെ നിന്ന് ഇറങ്ങി വരും. And he will ascend from the heavens. എന്റെ പേര് വിളിക്കും. And he will call me by name. ഹലോ, അവൻ പേര് വിളിക്കും നമ്മുടെ. And he will call me by name. അന്ന് ഞാൻ കല്ലറയ്ക്കകത്താണെങ്കിലും, And even if I am in the grave, അന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നെങ്കിലും, even if I'm alive, അന്ന് ഞാൻ മണ്ണിലാണെങ്കിലും, even if I'm 6 feet under, അന്ന് ഞാൻ ജീവനോട് or ഇരിക്കുന്നെങ്കിലും, if I'm alive, അന്ന് എന്തൊക്കെ സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നാലും, no matter what circumstances I be, അവന്റെ ഒരു വ്യാപാര ശക്തി എന്റെ അകത്തിറങ്ങി വരും. there will be the exerting power of the Lord that flows through മക്കളെ me. കേട്ടെ, വണ്ടി ഇടിച്ച് നാം മരിച്ചാലും, Even if we are struck by a vehicle, എനിക്കൊരു നല്ല അടക്കം കിട്ടിയില്ലെങ്കിലും, even if we do not get a good funeral, എന്നെ എടുത്ത് കാറ്റിക്കൊണ്ട് കളഞ്ഞാലും, even if we are thrown away, ബീഹാറിന്റെ മണ്ണിൽ കുടിച്ചിടേണ്ടി വന്നാലും, if we are buried in the land of Behold, എന്തെങ്ങനെയൊക്കെ മരിച്ചാലും, no matter what happens, കാഹളം ധ്വനിക്കുമ്പോൾ, when the trumpet sounds, എന്റെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുമ്പോൾ, the Lord will ascend the ആ heavens, വ്യാപാര ശക്തി എന്റെ മേലിറങ്ങി വരും. and that exceeding power will flow through അന്ന് me, ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. and I will raise then. ഓ, അപ്രത്യാശയുള്ള ദൈവമക്കൾ എത്ര പേരിനകത്തുണ്ട്? അപ്രത്യാശയുള്ള ദൈവമക്കൾ എത്ര പേരിനകത്തുണ്ട്? എക്സേർട്ടിംഗ് പവർ ഓഫ് ദ ലോർഡ് ഇന്ന് പകൽ അനുഭവിക്കുന്നവർ, അത് നാളെ കർത്താവിന്റെ വരവിൽ അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ചേർന്ന് പ്രത്യാശയോടെ പറഞ്ഞാട്ട്, ഞങ്ങൾ അവന്റെ ശക്തി അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഉയർക്കില്ലെന്ന് ശത്രു പറയുമ്പോൾ, ഉയർക്കില്ലെന്ന് പിശാച് പറയുമ്പോൾ, അവന്റെ വ്യാപാര ശക്തി സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തി നമ്മുടെ മേലേക്ക് ഇറങ്ങി വരും. Hallelujah. ഒരു പദം എനിക്ക് ഇങ്ങോട്ട് പറയാണ്ട്, എന്താ പറഞ്ഞ വഴിയെന്നറിയോ? And the phrase that says is, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. the power that can subdue everything. നമ്മൾ വഹിക്കുന്ന ശക്തിയുടെ പേരെന്താണ്? What is the name of the power that we ദൈവ carry? സഭയ്ക്ക് കർത്താവ് തന്ന ശക്തിയുടെ പേരെന്താണ്? What is the name of the power given to the Exerting church? power of the Lord. It is the exerting power of the Lord. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പദം എന്താണെന്നറിയാമോ? In Philippians, Paul says, മോളെ, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നത്. it is the power that can overcome ഈ everything. സകലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രാക്കറ്റിൽ എല്ലാം എഴുതി വെച്ചോണം കേട്ടോ. And in parentheses we can ഈ write whatever. ലോകത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിയും. The power of this world, ഈ പണത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിയും. power of money can be subdued. പൈശാചിക മണ്ഡലത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. The devil can be subdued. നമ്മെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന ഏത് ശക്തിയുണ്ടോ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. All the powers that say we അന്നാവിൽ സ്തോത്രം ചെയ്ത് പ്രാപിച്ചെടുത്താട്ട്, അന്നാവിൽ സ്തോത്രം ചെയ്ത് പ്രാപിച്ചെടുത്താട്ട്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ യൗവനക്കാരെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുന്നു, ഈ ശക്തിയെ അടുത്തറിഞ്ഞിട്ടേ പോകാവൂ. Hallelujah, 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 hallelujah. Oradana hasiandana ramashathoriandana rasiandana ramashathoriandana ramanagadagasiyatariya. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകുന്നു, ചില രോഗികൾ സൗഖ്യമാകുന്നു. കർത്താവ് നിന്നെ തൊടുകയാ, കർത്താവ് നിന്നെ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുകയാ. സ്നേഹിത, ഇന്ന് പകൽ നീ കേട്ടോണ്ടിരിക്കുമ്പോ നിന്റെ ഭവനത്തിനകത്ത് ഈ ശക്തി വ്യാപരിക്കുന്നു, ഈ ഭവനത്തിൽ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ ശക്തി വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു
ശരീരത്തിൽ ദൈവം തൊടുകയാണ്. ഓ രാമാ ശാന്താരാധന. നിന്റെ മിനിസ്ട്രി ദൈവം തൊടുകയാണ്. നിന്റെ എല്ലാ ദൈവം തൊടുകയാണ്. ആത്മാവ് ഞാൻ പറയുന്നു, ഈ ശക്തി വ്യാപരിക്കുകയാണ്. ഓ രാശേതാര്യംദന വൈശമാര ആസിയാന്ദന റമന ഹടഹസുയാഥരെ. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ കാണുന്നു, ഇങ്ങനെ കാണുകയാണ്. I see this in the spirit this morning. ഞാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ നിങ്ങോട്ട് പറയുകയാണ്. And I say this prompted by the spirit this morning. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ശക്തി എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന I ഇടയായിട്ടുണ്ട്. experienced the power of the Lord in my body. മകളെ, നീ മാക്സിമം നിന്റെ സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടോ? If you are at the end of your limits, എന്ന് പറഞ്ഞാൽ നിന്റെ ലിമിറ്റിന്റെ അങ്ങ് പരിധിയിൽ ചെന്നു. if you are at the end of your limits, കഴിഞ്ഞ ദിവസം ഒരു യവനക്കാരൻ കുഞ്ഞ് എന്നോട് പറഞ്ഞിങ്ങനെയാണ്, and this is what you told me, എനിക്കൊരു നിമിഷം ഇനി ജീവിക്കാൻ പറ്റുന്നില്ല, I am not able to stand. മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു. I am trying my best. ഈ പദമാണ് ഈ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോയത്. And this is what led me to this. എന്നെ സഹിക്കുന്നതിന്റെ പരിധി എത്തി പാസ്റ്ററെ. And I've been experiencing a lot of pain. സഹിക്കുന്ന പരിധി നീ എത്തിയപ്പോൾ And I'm about to quit. നീ എപ്പോഴെങ്കിലും ആ പരിധിക്ക് വെച്ച് യേശുവിനെ ആശ്രയിച്ചിട്ടുണ്ടോ? And have you trusted Jesus at the end of your wits? എപ്പോഴെങ്കിലും നീ യേശുവിനെ വിശ്വസിക്കാൻ ഇടയായിട്ടുണ്ടോ? Have you trusted Jesus at the end of എന്റെ your കുഞ്ഞുങ്ങൾ, abilities? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചെവി തുറന്ന് കേട്ടെ. Children, please listen. ഞങ്ങളിതൊരു അരമണിക്കൂർ കളയാൻ വേണ്ടി പ്രോഗ്രാം നടത്തുകയല്ല. This is not a program to waste time. നിങ്ങളെ പിടിച്ചിരുത്തി വഴക്ക് പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം അല്ല ഇത്. This is not something to rebuke you. ഞാൻ എൻ്റെ ശരീരത്തിൽ ഈ ദൈവശക്തി അനുഭവിച്ചിട്ടുണ്ട്. I have understood the power in my body. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പേരൻസ് ഇത് അനുഭവിച്ചിട്ടുണ്ട്. Your parents have understood the power. അവർക്കൊക്കെ തുറന്നു പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. And they want to speak out. ദാവീദ് പറഞ്ഞ ഇങ്ങനെയാണ്, And this is what David said. ഞാൻ പലർക്കും ഒരു അത്ഭുത വിഷയമാണ്. I am a wonder to many. When we are standing, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. And when we are standing here, we can say എപ്പോഴൊക്കെയോ ഞങ്ങളുടെ പരിധികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ that we reached our limits many അവിടെ years ago. ഉറക്കം വിളിച്ചപ്പോൾ And when we stood there and said Jesus, ഈ ശക്തി ഞങ്ങളെ തൊട്ടിട്ടുണ്ട്. this power has touched us. ഇല്ലേ അമ്മമ്മ, ഇല്ലേ അമ്മച്ചി, ഇല്ലേ അപ്പച്ച, ഈ ശക്തി തൊട്ടിട്ടില്ലേ? ഇല്ലേ ഈ കുഞ്ഞുങ്ങളെ തൊട്ടിട്ടില്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇത് പകൽ ഈ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് പകലും ഒന്നും കൂടെ നമ്മളെ തൊടാൻ ഈ ദൈവശക്തി കഴിയും. And if you have experienced this power, I can say today that this power will touch us today again. കഴിഞ്ഞ 20ഓളം വർഷങ്ങൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് ഞാൻ പലവട്ടം ഈ കർത്താവിന്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ട്. And I have understood and realized the power of the Lord many times after entering this ministry. ഇന്ന് പകൽ ഈ ശക്തി ഒന്ന് അനുഭവിപ്പാൻ എത്ര ദൈവ മക്കൾക്ക് ആവശ്യമുണ്ട്. And how many of you are ready to understand and realize this power? വാസ്തവമായി എന്നെ ഇന്ന് പകൽ നീ തൊടണേ കർത്താവേ എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you desire that Lord touch me today? അവർ മാത്രം, ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. And only those of you who desire can stand. കർത്താവേ, എനിക്ക് നിന്റെ സ്പർശനം ഇന്ന് പകൽ ആവശ്യം. Lord, I want to be touched by you. എനിക്ക് നിന്റെ സ്പർശനം Lord, I ആവശ്യം. want to be touched by you. ഞാൻ വാസ്തവമായി കണ്ണുനീരോടെ പറയും, എനിക്ക് ഇന്ന് പകൽ യേശുവിന്റെ ശക്തിയുടെ തൊടൽ ആവശ്യമുണ്ട്. Lord, I need the touch of your power. ദേവദാസന്മാരെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? Men of God, do you need the power of God? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? Hallelujah. പാസ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഈ ദൈവശക്തി ഇന്ന് പകൽ Pastors, do you ആവശ്യമുണ്ട്. need the power of the Lord? Hallelujah. ദൈവത്തോടത് പറയാൻ കരയാൻ തയ്യാറാകട്ടെ. Hallelujah. മക്കളെ, നിങ്ങൾ എവിടെങ്കിലും പരാജയപ്പെടുമ്പോൾ, Whenever you are defeated, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ, when you have reached your limits, അവിടെ നിന്നോട് യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ മതി. can you cry out Jesus standing in that യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ മതി. Can you say, cry out Jesus standing in യേശുവേ that എന്നൊരു ഒറ്റ വിളി വിളിച്ചാൽ മതി. You say, cry out Jesus. യേശു നിന്നെ തൊടാൻ ഇറങ്ങി വരും. And Jesus will ഇന്ന് പകൽ കർത്താവ് നിന്നെ സ്പർശിക്കുന്നു. And today Jesus is touching you. കർത്താവ് ചില ബോഡികളിൽ സ്പർശിക്കുന്നു. And you're touching your body. കർത്താവ് ചില സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ God സ്പർശിക്കുന്നു. is touching certain spirits. എനിക്കത് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ചില മോർട്ടൽ ബോഡികളിൽ കർത്താവ് സ്പർശിക്കുന്നു. റാസിയ തോറിയ ശമന ഹസിയാന്തന ഏറ്റെടുത്ത് റിസീവ് ചെയ്താട്ട്, റിസീവ് ചെയ്താട്ട്, റിസീവ് ചെയ്താട്ട്, റിസീവ് ചെയ്താട്ട്, റിസീവ് ചെയ്താട്ട്. ഇന്ന് പകൽ ലോർഡ് കർത്താവിന്റെ സ്പർശനം ഇന്ന് പകൽ റിസീവ് ചെയ്താട്ട്. ഇന്ന് പകൽ കർത്താവിനെ അടുത്തറിയാതെ പോകല്ലേ കുഞ്ഞുങ്ങളെ. ഇന്ന് പകൽ കർത്താവ് തൊടാതെ ഇന്ന് പകൽ പോകല്ലേ കുഞ്ഞുങ്ങളെ. ദൈവം നിങ്ങളോട് പറയുക, കർത്താവ് നിന്നെ തൊടാൻ പോകുക. ഹാജാരാമന ഹംഷിയാന്തന റാസിയാധന. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ കൂടെ ആരും മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. I felt somebody moving behind me when I was ദൈവസാന്നിധ്യത്തിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എനിക്ക് നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാർക്കിട്ട് തള്ളാം. പക്ഷേ ആത്മമണ്ഡലം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് എൻ്റെ ഒരിക്കൽ ദൈവസാന്നിധ്യമുണ്ടെന്ന്. ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തെ അനുഭവിച്ചാട്ട്, ശരീരത്തിൽ അനുഭവിച്ചാട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, അതിനകത്ത് ദൈവം ഇന്ന് പകൽ നിങ്ങളെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിന് മേൽ ഇറങ്ങി വരാൻ കർത്താവിന് കഴിയും. എത്ര പേര് ദൈവമക്കൾ പകൽ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നതിന്റെ കൂടെ ആത്മാവിൽ ശുശ്രൂഷിച്ചാട്ട്, ആത്മാവിൽ സ്തോത്രം ചെയ്താട്ട്, ദൈവം ഇടപെടുന്നത് പോലെ ഇന്ന് പകൽ ആത്മാവിൽ ചലിച്ചാട്ട് ദൈവം ഇന്ന് പകൽ ജനത്തെ തൊടുകയാണ്. ആ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമം റൈറ്റ് നൗ കർത്താവ് ഇപ്പോൾ തന്നെ തൊടുകയാണ്. നമ്മുടെ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പേർ വിളിക്കും നേരത്തിൽ, എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളരേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളരേ പ്രത്യാശയിൻ പ്രദീപമേ, നിറഞ്ഞ ലോകമേ എങ്കിൽ ഞാൻ മറയട്ടെ, നിറഞ്ഞ ലോകമേ എങ്കിൽ ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ കയൂല തീരത്തിൽ, കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ കയൂല തീരത്തിൽ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളരേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളരേ പ്രത്യാശയിൻ പ്രദീപമേ,
മേഘം പൊങ്ങി കാണുമേ നിത്യ കൂടാരത്തിൽ ചേരാനാ മേഘം പൊങ്ങി കാണുമേ നിത്യ കൂടാരത്തിൽ ചേരാനാ ആശമാശമാകും കുട്ടികൾ മുറ്റുമായി അറുത്തു നീക്കണം ആശമാശമാകും കുട്ടികൾ മുറ്റുമായി അറുത്തു നീക്കണം ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്നെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടോ യേശുവേ മണാളരേ പ്രത്യാശയും പ്രദീപമേ ഓ യേശുവേ മണാളരേ പ്രത്യാശയും പ്രദീപമേ മൺമറഞ്ഞ സിദ്ധരോ ജീവനിരിക്കും ശുദ്ധരോ ഓ മൺമറഞ്ഞ ശുദ്ധരോ ജീവനോടിരിക്കും ശുദ്ധരോ പിന്നിൽ കാവളം തുനിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ പിന്നിൽ കാവളം തുനിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളരേ പ്രത്യാശയും പ്രദീപമേ യേശുവേ മണാളരേ പ്രത്യാശയും പ്രദീപമേ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതമേഘമീട്ടും സംഘത്തിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതമേഘമീട്ടും സംഘത്തിൽ ആവോൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്ത് ആവോൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്ത് കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും ഞാൻ കാത്തതാം വിശ്വാസമോ എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസമോ വ്യക്തമല്ല അതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ വ്യക്തമല്ല അതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ എല്ലാ കരമടി സത്യാശയോടെ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രദീപമേ ആശയൊന്നു മാത്രമേ അങ്ങേ കാണുവാൻ വിട്ടേരസൊന്നു ആശയൊന്നു മാത്രമേ ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും
കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇന്ന് പകല് അങ്ങനെ സന്ധിയിലേക്ക് ഞങ്ങളെ താഴ്മയോടെ വിനയത്തോടെ അടുത്ത് വരുന്നു. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അങ്ങയുടെ ഈ എക്സോർട്ടിംഗ് പവർ, വ്യാപാര ശക്തി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ അതേ ശക്തി എൻ്റെ ജനത്തിൻ്റെ മേൽ ഇന്ന് പകൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിരുന്നു കൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടവരായിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. കർത്താവേ, അവരെ മേലേക്ക് ഈ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കണമേ. കർത്താവേ, അവർ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിൻ്റെ മേൽ വാസ്തവമായി ശക്തി അവരനുഭവിച്ചറിയട്ടെ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു എന്ന വാർത്ത ഞങ്ങൾ ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ പറയുകയാണ്. കർത്താവെ, ശക്തി അനുഭവിപ്പാൻ ഇന്ന് പകടിയാക്കിയല്ലോ. സൗഖ്യങ്ങൾ നടന്നല്ലോ, ബലം പ്രാപിപ്പാൻ കഴിഞ്ഞല്ലോ, റിന്യൂ ചെയ്യാൻ പ്രകടപ്പെടാൻ കഴിഞ്ഞല്ലോ. കർത്താവെ, എന്നത്തെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കുഞ്ഞുങ്ങളുടെ ടെസ്റ്റിമണിക്കായി ചിൽഡ്രൻസ് മിനിസ്ട്രിയിലുള്ളവർ കടന്നു വന്ന് അത് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.